ഹായ് എവരിവൺ, KS1 ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അല്ലെങ്കിൽ കേരള ഇക്കണോമിക് റിവ്യൂവിൻ്റെ ക്ലാസ് 2ലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ, അതുപോലെ തന്നെ അർബനൈസേഷനിലുള്ള ട്രെൻഡ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പോവർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 2011 അവസാനമായിട്ട് വന്ന സെൻസസ്. അപ്പോൾ അത് റിലേറ്റഡ് ഒബ്വിയസ്ലി അതിനേക്കാളും കൂടിയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് എക്സാമിന് അടുത്ത ഒരു സെൻസസ് റിപ്പോർട്ട് വരുന്നത് വരെ 2011 സെൻസസ് തന്നെ ആയിരിക്കും. അത് പ്രകാരമുള്ള ഡേറ്റ തന്നെയാണ് പഠിക്കേണ്ടത്. 3,34,00,000 കൂടുതൽ ആൾക്കാരാണ് കേരളത്തിലുള്ളത്. 2001 അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന സെൻസസിൽ 3.18 കോടി, അതായത് 3,18,00,000 കൂടുതൽ ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. 2011 സെൻസസ് പ്രകാരം 1.6 കോടി പുരുഷന്മാരും 1.7 കോടി സ്ത്രീകളുമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ എണ്ണമാണ് പുരുഷന്മാരുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ എന്നത് ഓർമ്മിക്കുക. അടുത്തതായി, ദ പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡ്യൂറിങ് 2011 വെൻ കമ്പയർഡ് ടു 2001 ഈസ് 4.91%. ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ കുറവാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ആ റേറ്റ് കുറവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്ന് വിചാരിക്കരുത്. 2001 സെൻസസ് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡേറ്റ് മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ, അത് എത്ര ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. 4.91% ഗ്രോ ആയിട്ടുണ്ട്. Among the district of the state, മലപ്പുറം has the highest growth rate. മലപ്പുറത്തിനാണ് ഏറ്റവും കൂടുതലും പോപ്പുലേഷൻ വളർച്ചാ നിരക്കുള്ളത്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് മലപ്പുറത്തിനാണ്. പത്തനംതിട്ടയ്ക്കാണ് ഏറ്റവും കുറവ് പോപ്പുലേഷൻ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കുറവ് പത്തനംതിട്ടയ്ക്കും, ഏറ്റവും കൂടുതൽ മലപ്പുറത്തിനുമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തരാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് എന്താണ് എന്നുള്ള ഡേറ്റ് ഇപ്പോൾ തന്നെ പഠിച്ചു പോകും. മലപ്പുറത്തിനാണ് ഏറ്റവും കൂടുതലും ഗ്രോത്ത് റേറ്റ് ഉള്ളത്, പത്തനംതിട്ടയ്ക്കാണ് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ്. നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. മലപ്പുറത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ 2001 സെൻസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് 2011 ആയപ്പോൾ 13.4% ആൾക്കാർ കൂടിയിട്ടുണ്ട്. എന്നാൽ പത്തനംതിട്ടയ്ക്കാണെങ്കിലോ നെഗറ്റീവ് 3.0% ആണ് ഗ്രോത്ത് റേറ്റ്. ഇനി കേരളത്തിൻ്റെ ഡെൻസിറ്റിയോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പോലെ തന്നെ ഇന്ത്യയിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി മടങ്ങ് ആണ് കേരളത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലം കുറവാണ്, ഒത്തിരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ 860 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് താമസിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആണെങ്കിൽ 382 ഉള്ളൂ. തിരുവനന്തപുരമാണ് ഏറ്റവും ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ തലസ്ഥാനം തിരുവനന്തപുരത്താണ്, ഒത്തിരി ഓഫീസും ആൾക്കാരും എല്ലാം താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിക്കിലി ഈ ഡെൻസിലി പോപ്പുലേറ്റഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രതയുള്ളത് തിരുവനന്തപുരത്താണെന്ന് ഓർമ്മിക്കുക. ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്, 255 മാത്രമേ ഉള്ളൂ. ഒരു സ്ക്വയർ കിലോമീറ്ററിന് ആവറേജ് നോക്കുമ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 255 ആൾക്കാരാണ് താമസിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് ഓൾ ഡിസ്ട്രിക്ട് ഇൻക്രീസ്ഡ് എക്സെപ്റ്റ് ഫോർ പത്തനംതിട്ട ആൻഡ് ഇടുക്കി. അപ്പോൾ മറ്റെല്ലാ ജില്ലകളുടെയും, കേരള സംസ്ഥാനത്തിലുള്ള മറ്റെല്ലാ ജില്ലകളുടെയും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്, പത്തനംതിട്ടയുടെയും ഇടുക്കിയുടെയും ഒഴിച്ച്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ മനസ്സിലാക്കുക, ഇടുക്കിയുടെയും പത്തനംതിട്ടയുടെയും ഒഴികെ ബാക്കി എല്ലാ ജില്ലകളുടെയും ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. ദ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയാൻ അറിയാലോ, 1000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1000 പോപ്പുലേഷനിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 2010 ആയിരുന്നപ്പോൾ 15.75 ആയിരുന്നു. കുറഞ്ഞു. 2020 ആയപ്പോഴത്തേക്കും അത് 12.77 ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 11.94 ഓക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു റേഞ്ച് എത്ര എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു 10 മുകളിലൊക്കെ ഇപ്പോഴുള്ളൂ ജസ്റ്റ് എന്നുള്ളത് മനസ്സിലിരിക്കുക. 11.94 ക്രൂഡ് ബർത്ത് റേറ്റ്. ഇത് ക്രൂഡ് ഡെത്ത് റേറ്റ് ആണെങ്കിലോ 2021 പ്രകാരം 9.66 ആണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ. 2010 ഏതാണ്ട് 10 വർഷം മുമ്പ് അത് 6.8 ആയിരുന്നു. ഇനി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലോ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ 0 to 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ മരിക്കുമ്പോഴാണ് മരിക്കുന്നതിനാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ. അതും നമ്മൾ 1000 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണെങ്കിലോ എപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെത് 5.05 ആണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ IMR എന്ന് പറയുന്നത്. 2010 ആയപ്പോഴത്തേക്കും ആയിരുന്നപ്പോൾ അത് 7.42 ആയിരുന്നു. അതായത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഡെത്ത് റേറ്റ് മാത്രമാണ് കൂടിയിട്ട്. ഓക്കെ. ഇനി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. 1 lakhനാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കുന്നത്. അതാണെങ്കിലോ 2021 19 ഓക്കെ. ഇനി 1 ലക്ഷത്തിന് ആണ് 19, വേറെ 30 ആയിരുന്നു.
അല്ലേ? ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 2010 ആയിരുന്നപ്പോൾ അത് 30 2021 പ്രകാരം 19. അപ്പോൾ ആകെക്കൂടെ കൂടിയത് ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ് എന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ. ഇനി ലിറ്ററസി. ദ ഇഫക്റ്റീവ് ലിറ്ററസി റേറ്റ് ഈസ് 94%. 94% ആണ് നമ്മുടെ ഇഫക്റ്റീവ് ലിറ്ററസി റേറ്റ്. കേരളത്തിൻ്റെത് 2001 സെൻസസിൽ അത് 90.9% ആയിരുന്നു, അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ 2011 സെൻസസ് പ്രകാരം ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും, 94% 2011 സെൻസസ് പ്രകാരം. കേരളത്തിലാണെങ്കിൽ പുരുഷന്മാർക്കിടയിലാണ് ലിറ്ററസി റേറ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് സ്ത്രീകളാണ് കൂടുതൽ എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളുടെ എംപവർമെൻറ്റ് ഇവിടെ കേരളത്തിൽ ഒത്തിരി കൂടുതലാണ് ഓൾ ഇന്ത്യ ആവറേജ് നോക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളുടെയാണ് ലിറ്ററസി റേറ്റ് കൂടുതലെന്ന് വിചാരിക്കരുത്. കേരളത്തിൽ പുരുഷന്മാരുടെ ലിറ്ററസി റേറ്റ് തന്നെയാണ് കൂടുതൽ. 96.11% ആണ്. സ്ത്രീകളുടെ കുറച്ച് കുറവാണ്, 92.07% ആണ്. അങ്ങനെയാണ് ഒരു ആവറേജ് 94% ആയത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ കണക്കെടുക്കുമ്പോഴോ, ഇന്ത്യയുടേത് വിമണിൻ്റെ കേസ് തീർച്ചയായിട്ടും പുരുഷന്മാരുടേതിനേക്കാളും കുറവാണ്. 65.46% ആണ് സ്ത്രീകളുടേത്. പുരുഷന്മാരുടേതാണെങ്കിലോ 82.14% ആണ് പുരുഷന്മാരുടേത്. ഇനി കേരളത്തിൽ കോട്ടയമാണ് ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റുള്ള ഡിസ്ട്രിക്റ്റ്. 97.2% ആണ്. 97.2% ആണ് കോട്ടയത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. പത്തനംതിട്ടയ്ക്ക് ആണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത്, 96.5%. 96.5% പത്തനംതിട്ടയാണ് രണ്ടാം സ്ഥാനത്ത്. ഇനി ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് ഏതാ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും, ഏറ്റവും കുറവ് കോട്ടയത്തിനാണ് അല്ലെങ്കിൽ പത്തനംതിട്ടയാണ്. കോട്ടയം പത്തനംതിട്ടയ്ക്ക് സാക്ഷരതാ നിരക്കുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആകരുത്. രണ്ടാം സ്ഥാനമാണ് പത്തനംതിട്ട, ഒന്നാം സ്ഥാനം കോട്ടയമാണ്, ഏറ്റവും കുറവ് വയനാടിനാണ്, അത് കഴിഞ്ഞ് പാലക്കാടാണ്. വയനാടിനാണ് ഏറ്റവും കുറവ് 89%, അത് കഴിഞ്ഞാൽ പാലക്കാടാണ് 89.3%. ഇനി 2001 അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാ ജില്ലകളിലെയും ലിറ്ററസി റേറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോഴത്തേക്കും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകരുത്. എല്ലാ ജില്ലകളുടെയും ലിറ്ററസി റേറ്റ് 2001 സെൻസസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ 2011 ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി സെക്സ് റേഷ്യോ നോക്കുമ്പോഴോ, സെക്സ് റേഷ്യോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് കണക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇക്കണോമിക് റിവ്യൂവിൽ 2011 ഡേറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്, സെക്സ് റേഷ്യോ കുറവാണെന്നില്ല. പക്ഷേ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 1020 ആണ്. 1020:1000 ആണ്. അതായത് സെക്സ് റേഷ്യോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്സ് റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഡേറ്റ്. കേരളത്തിൻ്റെത് 2011 സെൻസസ് പ്രകാരം ആണെങ്കിലും കൂടുതൽ തന്നെയാണ്, 1084 ആണ് കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ. 2001 അപേക്ഷിച്ച് നോക്കുമ്പോൾ 26 പോയിൻറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ. ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള ഷോ എ പോസിറ്റീവ് സെക്സ് റേഷ്യോ. നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററസി റേറ്റ് എല്ലാ ജില്ലകളുടെയും കൂടിയെന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജില്ലകളുടെയും സെക്സ് റേഷ്യോ കൂടിയിട്ടുണ്ട്. എമംഗ് ദ ഡിസ്ട്രിക്ട് കണ്ണൂർ ഹാസ് ദ ഹൈയസ്റ്റ് സെക്സ് റേഷ്യോ. ഏറ്റവും കൂടുതലും സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. ഓൺ വേർഡ് ക്വസ്റ്റ്യൻ ആയാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയാലും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതലും ഈ സെക്സ് റേഷ്യോ കൂടുതലുള്ളത്. സെക്കൻഡ് പത്തനംതിട്ടയാണ്. മറ്റേ ലിറ്ററസി റേറ്റ് പോലെ തന്നെ പത്തനംതിട്ടയാണ് ഇവിടെയും സെക്കൻഡ്. ഏറ്റവും കുറവ് ഇടുക്കിയാണ്. ഇടുക്കിയിലാണെങ്കിൽ ലോവസ്റ്റ് സെക്സ് റേഷ്യോ, അതുപോലും പോസിറ്റീവാണ് എന്ന് ഓർമ്മിക്കുക. അതുപോലും ഒരു മുൻതൂക്കം, സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള രീതിയിലാണ്. ചൈൽഡ് സെക്സ് റേഷ്യോ നമ്പർ ഓഫ് ഫീമെയിൽസ് 1000 പെർ മെയിൽസിൻ്റെ ഏജ് ഗ്രൂപ്പ് 0 to 6 years ഉള്ളതാണ്. അതാണെങ്കിലോ 964 ആസ് പെർ 2011 സെൻസസ്. ഇത് 960 ആയിരുന്നു 2001, കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ. കേരളത്തിലെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ താമസിക്കുന്ന വ്യക്തികളുടെ ഒരു ഏജ് എങ്ങനെയാണ് എന്നുള്ളത്. ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 to 14 years ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 43% in 1961 to 23.4% in 2011. അതായത് കേരളത്തിൽ ജനസംഖ്യ, കുട്ടികളുടെ എണ്ണം കുറയുന്നു. 0 to 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എണ്ണം 1961 ആയപ്പോൾ, അതായത് കേരളം രൂപീകൃതമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എടുത്ത കണക്കിൽ 43% ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം എന്താണ് കുട്ടികളായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിലോ അത് പകുതിയായി കുറഞ്ഞു, 23.4% മാറി. Due to increasing life expectancy and availability of health facilities, the proportion of population in the old age group, അതായത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ 1961 60 വയസ്സിന് മുകളിലുള്ളവർ വെറും 5% ജനസംഖ്യയിൽ. പക്ഷേ 2011 ആയപ്പോഴോ അത് ഏതാണ്ട് ഡബിളിൽ കൂടുതലായി, 2 മടങ്ങിലും കൂടുതലായി, 12.7%. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ട് തന്നാൽ
1900 അല്ലെങ്കിൽ കേരളം രൂപീകൃതം കേരളത്തിൻ്റെ ഫോർമേഷന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഡബിളായി എന്ന് പറഞ്ഞാൽ ഡബിളിൽ കൂടുതലായി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇവിടെ 0 to 14 ഇയേഴ്സിലുള്ള ആളുകളുടെ എണ്ണം എന്താണ് 2 മടങ്ങ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. At a national level, 29.5% of the population of India falls in 0 to 14 years. അപ്പം ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ 29 ഏതാണ്ട് 30% ആൾക്കാർ എന്താണ് 0 നും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇനി 15-നും 59 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും 62.5%. അതായത് അധ്വാനിക്കുന്ന ആൾക്കാരാണ്, ജോലി ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലും 62.5%. 60 വയസ്സിന് മുകളിലുള്ള 8% ആൾക്കാരെ ഇപ്പം എന്താണ് ഇന്ത്യൻ ലേറ്റസ്റ്റ് സെൻസസ് പ്രകാരം ഉള്ളൂ. കൂടിയിട്ടുണ്ടാകും എങ്കിലും കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ആവറേജിലുള്ള ഈ ഒരു 60 ഇയേഴ്സ് ആൻഡ് എബോയിലുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ളത്, ആ ഒരു ആസ് എ പെർസെൻറ്റേജ് കുറവാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ദ സ്റ്റേറ്റ് ഹാസ് 63.9% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ഇൻ വർക്കിംഗ് ഏജ്. ഓക്കെ, കേരളത്തിന് 15-നും 59-നും ഇടയിൽ പ്രായമുള്ള ഒരു 63.9%. നെക്സ്റ്റ് 23.4% ആൻഡ് 12.55% ഇൻ 0 to 14 ആൻഡ് 60 എബോവ്. അതായത് 0 to 14 വരെയുള്ള നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞു അല്ലേ, 23.4%. 60 വയസ്സിന് മുകളിലുള്ളവർ ഏതാണ്ട് 12% കൂടുതലും ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴും വർക്കിംഗ് ഏജിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതൽ. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് പോപ്പുലേഷൻ ഉള്ളത്, 66% ഇടുക്കിയിലാണ്. എന്താണ് ജനസംഖ്യ, ഇടുക്കി ജനസംഖ്യയിൽ 66% വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. മലപ്പുറത്തിലാണ് ഏറ്റവും കുറവ്. മേ ബി പുറത്തോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം, അവരിലുള്ള ആൾക്കാർ മിക്കവരും പുറത്തോട്ട് ജോലി ചെയ്യാൻ പോകുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 60 ആൻഡ് എബോവ് പത്തനംതിട്ട ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ്. ഏറ്റവും കൂടുതൽ വയസ്സായ ആൾക്കാരുള്ളത് പത്തനംതിട്ടയിലാണ്. 17% അവരുടെ പോപ്പുലേഷനിൽ 17% വയസ്സായവരാണ്. ഇനി മലപ്പുറമാണ് ഏറ്റവും കുറവ്. മലപ്പുറത്താണ് ഏറ്റവും കുറവ് എന്താണ് വൃദ്ധജനങ്ങളുള്ളത്. 60 വയസ്സിന് മുകളിലുള്ളവർ ഏറ്റവും കുറവാണ് മലപ്പുറത്തും, ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയാണെന്ന് ഓർമ്മിക്കുക. അറ്റ് ദ സെയിം ടൈം മലപ്പുറം ഹാസ് ദ ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ദ 0 to 14 ഏജ് ഗ്രൂപ്പ്. 0-നും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്. ഓക്കെ, അതായത് വയസ്സായവരെ ഏറ്റവും കുറവ് മലപ്പുറത്തും കുഞ്ഞു കുട്ടികളെ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തുമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യം കണക്ട് ചെയ്ത് ഓർമ്മിക്കുക. ഓക്കെ, വൈൽ പത്തനംതിട്ട ഹാസ് ദ ലോവസ്റ്റ്. നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും കുറവ് കുഞ്ഞു കുട്ടികളുള്ളത് പത്തനംതിട്ടയിലും, മലപ്പുറത്ത് ഏറ്റവും കുറവ് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് മലപ്പുറത്തുമാണ്. അതും കൂടി തിരിച്ച് ആലോചിച്ചാൽ മതി. ഇനി കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ ജില്ലകളും അവയുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജും. അപ്പോൾ പെർസെൻറ്റേജ് ഉണ്ട് 0 to 14 വയസ്സ്, 15 to 59 വയസ്സ്, 60 കൂടുതലുള്ളവർ. 60 കൂടുതലുള്ളവർ നമ്മൾ പഠിച്ചു എവിടെയാണ് 60 കൂടുതലുള്ളത്, പത്തനംതിട്ടയാണ്. നമുക്ക് നോക്കാം, പത്തനംതിട്ടയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർ. 17.9% പത്തനംതിട്ടയിലാണ് 60 വയസ്സിന് മുകളിലുള്ളത്. 15-നും 59-നും ഇടയിൽ പ്രായമുള്ളവർ നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഇടുക്കിയിലാണല്ലോ. ഇടുക്കിയിൽ നോക്കിക്കേ 66% വർക്കിംഗ് ഏജാണ്. ഇനി കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മൾ മലപ്പുറത്താണല്ലോ പഠിച്ചത്. മലപ്പുറത്ത് നോക്കിക്കേ 30%. വേറെ ഒരു ജില്ലയിൽ 30 കടന്നിട്ടില്ല അല്ലേ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് അർബനൈസേഷൻ. കേരളത്തിൻ്റെ ആ ഒരു നഗരവൽക്കരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 2011 സെൻസസ് പ്രകാരം റൂറൽ അർബൻ പോപ്പുലേഷൻ ഏതാണ്ട് ഈക്വലാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് എന്താണ്, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 30% കൂടുതൽ പേര് മാത്രമേ അർബൻ ഏരിയയിൽ താമസിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. 48% ആൾക്കാർ എവിടെയാണ്, അർബൻ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. വലിയ വ്യത്യാസമില്ല. കേരളത്തിൽ അർബൻ റൂറൽ ആ ഒരു അന്തരം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക് നോക്കിയേ, 1.5 കോടിയോളം ആൾക്കാർ പട്ടണങ്ങളിലാണ് താമസിക്കുന്നത്. അതായത് 47% ആൾക്കാർ പട്ടണങ്ങളിൽ താമസിക്കുന്നു. 1.7 കോടിയോളം ആൾക്കാർ ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്, 52%. എങ്കിലും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ എന്നുള്ളത് ചെറിയ നേരിയ തോതിൽ കൂടുതലാണെന്ന് ഓർമ്മിക്കുക. ഇനി ഡെക്കേഡൽ ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ എങ്ങനെയാണ്? 2001 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2011 ആയപ്പോഴത്തേക്കും 92.72% അർബൻ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്ട് 100 മടങ്ങോളം വർദ്ധിച്ചു. എറണാകുളത്താണ് ഏറ്റവും കൂടുതലും പട്ടണവാസികളുള്ളത്. ഓക്കെ, നമുക്ക് ഊഹിക്കാം അല്ലേ, എറണാകുളത്താണ് ഏറ്റവും കൂടുതലും പട്ടണവാസികളുള്ളത്. ഒരു മെട്രോ സിറ്റി ആണല്ലോ. നെക്സ്റ്റ്, അതായത് ടോട്ടൽ പോപ്പുലേഷനിൽ 68.1% ആൾക്കാരും എറണാകുളത്ത് പട്ടണങ്ങളിലാണ് താമസിക്കുന്നത്.
ലോവസ്റ്റ് വയനാട്. വെറും 3.8% ആൾക്കാർ മാത്രമാണ് വയനാട്ടിൽ പട്ടണങ്ങളിൽ താമസിക്കുന്നത്. ഇതും ഓർമ്മിച്ച് വെച്ചേക്കൂ. ബുക്കിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയിൻ്റായിട്ട് ഇതിങ്ങനെ എഴുതി പോയാൽ മതി. 2011 സെൻസസ് പ്രകാരം 461 സെൻസസ് ടൗൺസ് ഉണ്ട്. ഇപ്പോൾ സെൻസസ് ടൗൺസ് എന്ന് പറയുമ്പോഴത്തേക്കും 5000-ന് മുകളിൽ ജനസംഖ്യയുള്ളത്, 75% കൂടുതൽ പുരുഷന്മാരെന്ത് ചെയ്യുന്നു, പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നവർ, അതുപോലെ ഏതാണ്ട് 400-ൽ കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഒരു സ്ക്വയർ കിലോമീറ്റർ നോക്കുമ്പോഴത്തേക്കും അതൊക്കെയാണ് സെൻസസ് ടൗൺസ് എന്ന് പറയുന്നത്. അങ്ങനെ 461 സെൻസസ് ടൗൺസും 59 സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നോട്ടിഫൈഡ് ഏരിയ, കണ്ടോൺമെൻറ്റ് ബോർഡ്. നിങ്ങൾ കണ്ടോൺമെൻറ്റ് ബോർഡ് ഇപ്പോൾ എടുത്ത് മാറ്റി. ലക്ഷ്മികാന്ത് പൊളിറ്റി വായിച്ചിട്ടുള്ളവർക്കറിയാം പലതരത്തിലുള്ള urban ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ടൗൺ ആണ്. നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുള്ള എന്തെങ്കിലും നഗര തരത്തിൽ ഉള്ള ത്രിതല സംവിധാനത്തിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ടൗൺ ആണ്. അപ്പോൾ സെൻസസ് ടൗണിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. 5000-ൽ കൂടുതൽ പോപ്പുലേഷൻ വേണം, 400-ലധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമായിരിക്കണം, 400 പേരിൽ കൂടുതൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നവരായിരിക്കണം, അതിൽ 75% കൂടുതൽ പുരുഷന്മാർ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തോട്ട് പോകുന്ന ജോലിക്ക് വേണ്ടി അഗ്രികൾച്ചർ അല്ലാതെ എന്തെങ്കിലും ഇൻഡസ്ട്രി അങ്ങനത്തെ ജോലിക്ക് വേണ്ടി പോകുന്നവരായിരിക്കണം. അതാണെങ്കിൽ സെൻസസ് ടൗൺസ്. ഓക്കെ, അങ്ങനെ കേരളത്തിൽ മൊത്തം 461 സെൻസസ് ടൗൺസും 59 സ്റ്റാറ്റ്യൂട്ടറി ടൗൺസും ഉണ്ട്. This shows a growth of 366% growth in the number of സെൻസസ് ടൗൺസ്. അതായത് 2001 അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 3 മടങ്ങിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് വർധനവ് ടൗൺസിൻ്റെ എണ്ണത്തിൽ. വയനാട്ടിലും ഇടുക്കിയിലും സെൻസസ് ടൗൺസേ ഇല്ല, പക്ഷേ 2 പേർക്കും ഓരോ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് വീതമുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം, വയനാട്ടിലും ഇടുക്കിയിലും ഈ സെൻസസ് ടൗൺസ് ഇല്ല, സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഓരോന്ന് വീതം ഉണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് ഏറ്റവും കൂടുതലും പട്ടണങ്ങളുള്ള ജില്ല കേരളത്തിൽ. എറണാകുളത്തിനാണ് ഏറ്റവും കൂടുതലും 60% കൂടുതൽ ആൾക്കാരും പട്ടണങ്ങളിലാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ച് പട്ടണങ്ങളുടെ എണ്ണം കൂടുതൽ എറണാകുളത്താണെന്ന് വിചാരിക്കരുത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് 135 സ്റ്റാറ്റ്യൂട്ടറി പ്ലസ് സെൻസസ് ടൗൺസ് ഉള്ളത്. has the highest number of towns in the state and accounts for more than 25% of total towns in the state. ഇപ്പോൾ കേരളത്തിൽ 461 കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ 25% എവിടെയാണുള്ളത്? തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. ഇനി urban population ഹയസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ളത്. മലപ്പുറത്താണ് ഹയസ്റ്റ് urban population ഗ്രോത്ത് ഉള്ളത്. കഴിഞ്ഞ സെൻസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സെൻസസിൽ, അതായത് 2011 സെൻസസിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഡിഫറൻസ്, urban ഏരിയയിൽ താമസിക്കുന്നവരുടെ എണ്ണം കൂടിയത് മലപ്പുറത്താണ്, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് എറണാകുളത്താണ് കൂടുതൽ ആൾക്കാരും ഒരു അബ്സല്യൂട്ട് നമ്പർ ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലുള്ളവർ. ഇനി കേരളത്തിൻ്റെ പോവർട്ടി റേറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. പോവർട്ടി ഇൻ കേരള ഹാസ് റിഡ്യൂസ്ഡ് ഫ്രം 59.79% in 1973-74 to 11.3% in 2011-12. അപ്പോൾ 1973 തൊട്ട് 2011-12 കാലയളവ് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 40 വർഷങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും 6 മടങ്ങോളം കുറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ പോവർട്ടി. കേരള ഹാസ് എമേർജ്ഡ് as a state with the least multi-dimensional poverty across India. അപ്പം നിതി ആയോഗാണ് മൾട്ടി ഡയമെൻഷണൽ. അവിടെ നമ്മുടെ കാശിൻ്റെ കാര്യം മാത്രമല്ല, എഡ്യൂക്കേഷൻ, ആക്സസ് ടു ഇലക്ട്രിസിറ്റി, ഹൗസിങ്, വാട്ടർ, അങ്ങനത്തെ പല ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കുറവ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ള സംസ്ഥാനമായിട്ട് ഈ കേരളം എമേർജ് ചെയ്തത്. ഓക്കെ, 2021 റിപ്പോർട്ട് പ്രകാരമാണ് ലീസ്റ്റ് ഇൻസിഡൻസ് ഓഫ് പോവർട്ടി കേരളത്തിലാണ്. 0.71% മാത്രമേ കേരളത്തിലുള്ളൂ. സെക്കൻഡ് ഗോവയാണ് 3.7%. സിക്കിമിലാണെങ്കിൽ 3.82%. അപ്പം നമ്മളെക്കാളും ഒത്തിരി ദൂരത്താണ് ഇവർ നിൽക്കുന്നതെന്ന് ഓർമ്മിക്കുക. എമംഗ് ഡിസ്ട്രിക്ട് കോട്ടയം വാസ് ദ ബെസ്റ്റ് പെർഫോമർ വിത്ത് നോ വൺ ഐഡൻറ്റിഫൈഡ് ആസ് മൾട്ടി ഡയമെൻഷണലി പൂർ. 0% ആണ്, അവിടെ മൾട്ടി ഡയമെൻഷണൽ പൂറായിട്ട് ആരുമില്ല. നെക്സ്റ്റ്, വയനാട് വിത്ത് 3.48% ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ആവറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതാണ് ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ള റേറ്റ് കേരളത്തിലും വയനാട്ടിലാണ് 3.48% ആണ്. ഓക്കെ, ഇത് രണ്ടും മാർക്ക് ചെയ്ത് പഠിക്കാം. The number of multidimensionally poor in Kerala has reduced even further from 0.7% to 0.55% during the period 2015 to 2021. ആ ഒരു 6 വർഷ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ഒരു പോവർട്ടി എന്ന് പറയുന്നത് 0.7%-ൽ നിന്നും 0.55% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് കേരളത്തിൻ്റെ ബജറ്റിലും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതാണ് കേരളത്തിൽ നിന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കും, അവരെ പ്രത്യേകം മെഷർ ചെയ്യും, അവരുടെ എണ്ണം എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും, അവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ രൂപീകരിക്കും എന്നൊക്കെ. അപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരെ കണക്കിലെടുക്കുന്നത്, എത്ര പോവർട്ടിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കേട്ടോ, എത്ര കുടുംബങ്ങളാണ്, 64,006 കുടുംബങ്ങളായി അതിദാരിദ്ര്യം ഉള്ള കുടുംബങ്ങളായിട്ടൊക്കെ കണക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആരാ സർവേ നടത്തിയത്? കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, അവരാണ് നോഡൽ ഏജൻസി സർവേ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള. അപ്പോൾ ആശ്രയ പദ്ധതിയുണ്ട്, ഈ അതിദാരിദ്ര്യം ഈ തുടച്ചു നീക്കുക, അഗതികളെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ള പണ്ട് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതിയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും ഫാമിലി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയത്. 75% ഈ ഇത്രയും ഫാമിലീസിൽ 64,000 കൂടുതൽ പരം വരുന്ന ഈ ഫാമിലീസിൽ 75%, അതായത് 3/4 ജനറൽ കാറ്റഗറിയിൽ പെടുന്നവരാണ്. 20% സ്കെഡ്യൂൾഡ് കാസ്റ്റിലും 5% ഷെഡ്യൂൾഡ് ട്രൈബിലും ഉള്ളവരാണ്. ഓക്കെ, ഡിസ്ട്രിക്റ്റ് വൈസ് ഒരു അനാലിസിസ് നടത്തുവാണെങ്കിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതലും ആൾക്കാരുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലും അതിദാരിദ്ര്യരായിട്ടുള്ളവർ എവിടെ എന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. അല്ലാതെ ദാരിദ്ര്യം കൂടുതലുള്ളവർ വയനാടാണ്. ഓക്കെ, ഇനി അതിദാരിദ്ര്യമായാലും നോർമലി മൾട്ടി ഡയമെൻഷണൽ അങ്ങനത്തെ പോവർട്ടി ആയാലും നോക്കിയാൽ കോട്ടയമാണ് ഏറ്റവും കുറവെന്ന് ഓർമ്മിക്കാം. ഇനി ഈ മലപ്പുറം കഴിഞ്ഞാൽ സെക്കൻഡ് അതിദരിദ്രരുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദിസ് വാസ് ഫോളോഡ് ബൈ തിരുവനന്തപുരം വിത്ത് 11.4% ഓഫ് എക്സ്ട്രീം പുവർ ഹൗസ് ഹോൾഡ്. അപ്പം കേരളത്തിലെ അതിദരിദ്രത ഏറ്റവും കൂടുതലുള്ളത്, ഇപ്പോൾ ആ ഒരു വാക്ക് ട്രെൻഡിങ് എന്ന് വെച്ചാൽ കൂടുതലും ന്യൂസിൽ കാണാറുള്ളത് കൊണ്ട് ഇനി ദാരിദ്ര്യരേഖയ്ക്ക് എന്നുള്ള താഴെ മുകളിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഈ അതിദരിദ്രരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കുറവെന്നായിരിക്കും ചോദിക്കാനുള്ള സാധ്യത. ഇപ്പോൾ വയനാടാണ് ഫസ്റ്റ്, തിരുവനന്തപുരമാണ് സെക്കൻഡ്. ഇനി മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ആയാലും അതിദരിദ്രരുടെ എണ്ണമായാലും കോട്ടയത്താണ് ഏറ്റവും കുറവ് എന്നുള്ളത് ആലോചിക്കുക. ഇനി അവകാശം അതിവേഗം ക്യാമ്പയിൻ. ഇപ്പോൾ ഈ അതിദരിദ്രരുടെ ഒരു പ്രത്യേകത പട്ടയമോ വീടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ദാരിദ്ര്യം മാറാൻ അവർക്ക് എന്തെങ്കിലും രേഖകൾ വേണം അല്ലേ. അപ്പോൾ ദിസ് ക്യാമ്പയിൻ വാസ് ലോഞ്ച്ഡ് ടു അഡ്രസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം നീഡ്സ് ഓഫ് എക്സ്ട്രീം പുവർ, particularly to provide documents of identity and entitlements to the extremely poor household. അപ്പം എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? എക്സ്ട്രീം പുവറിന് അവരെ രക്ഷിക്കാൻ വേണ്ടി, ആ ഒരു അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഷോർട്ട് ടേം ലോങ് ടേം നീഡ്സ് അവരുടെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആവശ്യമെന്ന് പറയുന്നവർക്ക് അതിപ്പം ഐഡൻറ്റിറ്റി കാർഡ്സ് പോലും കാണില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പോൾ ഈ അവകാശം അതിവേഗം ക്യാമ്പയിൻ എന്തിനാണ് എന്നുള്ളത് ഓർമ്മിക്കുക. പല ഓപ്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഈ അതിദാരിദ്ര്യം തുടച്ചു മാറ്റാനുള്ള ഒരു ക്യാമ്പയിനാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കേരള എക്കണോമിക് റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.